റൈറ്റിലോട്ട് വന്നില്ലല്ലോ. ഹായ് ഗൈസ്, ഞങ്ങള് ഭയങ്കരമായിട്ട് ഇങ്ങനെ വഴി കൂടെ ഉഴപ്പി നടക്കുവാണ്. വണ്ടി പോകുന്നോണ്ട് ഒച്ചയൊന്നും കേൾക്കത്തില്ലായിരിക്കും. ഒച്ച കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് ഒരു സബ്സ്ക്രൈബർ ചൂടായി. ഇന്ന് ഞാനും ചൂടായി കേട്ടോ. അതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യാന്നാ വിചാരിക്കുന്ന. സൗണ്ട് ഉണ്ടെങ്കിൽ ഇത് തന്നെ ഇടും, ഇല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്യും. ഞങ്ങളെ ആരണിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇനി വീട്ടിൽ പോകാൻ മടിയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ പുതുപ്പള്ളിക്ക് പോവാം നടന്നു വഴി കൂടെ. ഇനി ഞങ്ങൾ പൊളിക്കും. ഇനി ഞങ്ങളുടെ ഒരു ഫിഷ് കടയില്ലേ, ആ ഫിഷ് കട അമ്മച്ചി നിൽക്കാൻ നോക്കണം. അമ്മച്ചി പാവം. ഞങ്ങളുടെ ഫിഷ് കടയില്ലേ, ഫിഷ് കട ഞങ്ങൾ ഓൺലൈനിൽ കണ്ടുപിടിച്ച് പുതുപ്പള്ളിയിൽ നിന്ന് ഒരു ഫിഷ് കടയിൽ നിന്ന് ഒരു പയ്യ ഞങ്ങൾക്ക് മീൻ കൊണ്ടുതരുന്നതാണ്. അപ്പോൾ ആ കട ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആ കടയൊന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഞങ്ങൾ നടന്നു പോവുക. എന്നിട്ട് അക്ഷയ സെൻറ്ററിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇപ്പം നടന്നു പോവുക. ഇനി ഞങ്ങൾ ആ മീൻകടയിൽ പോയിട്ട് പുതുപ്പള്ളിക്ക് ഞങ്ങൾ നടന്നു പോകും. ചിലപ്പോൾ ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ അവിടെ കയറുന്നുണ്ടോ? പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറ. ചിലപ്പോഴാണ് ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ ഒന്നുകൂടെ പോയി ചുമ്മാ ഒന്ന് ഹായ് പറയും. പിന്നെ ഞങ്ങൾ ബയ്യ ബജ്ജിക്കടയിൽ നിന്ന് ഒരു ചായ ഒരു ബജ്ജിയെ അത്രേ ഉള്ളേ. എനിക്ക് അവിടുത്തെ ചിക്കൻ വറുത്ത വേണ്ട അവിടെ 10 രൂപ അന്നാ പോകുന്നില്ല. 10 രൂപയുള്ളൂ. വേണ്ട. പിന്നെ എപ്പോഴും മേടി കുരിയച്ചനെ എനിക്ക് മേടിച്ചത് വീട്ടിൽ ഇതൊരു ഉഴപ്പന അടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു നടക്കാൻ. മീൻകടയില്ല ജയൻ, ആ ജയനിലൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു, ചർച്ച് മേറ്റ്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബജ്ജിയൊക്കെ കഴിക്കും. പുതുപ്പള്ളി ഉമ്മൻചാണ്ടി സാറിനെ ഞങ്ങൾ കാണും. അങ്ങനെയല്ല, ഞങ്ങൾ ഇതന്നെയാണ് ഇവിടെ ഒരു പുതിയ കട. ഇതും ബജ്ജിക്കടയാണ്. ചില്ലാണോ ചില്ലിയാണോ? ചില്ല ആൻഡ് എയ്റ്റ്സ് ബജ്ജിക്കട, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്. പുതിയൊരു ബജ്ജിക്കട. ഞങ്ങൾ ഒത്തിരി ആയില്ല പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട്. ആശേര് പോയ പിന്നെ കറങ്ങാൻ പോക്കില്ലല്ലോ. ഇവിടെ എനിക്ക് ഇത് നോക്കണം. ഇത്രയേ ഉള്ളൂ. എനിക്ക് ആട്ടുകല്ലും പിന്നെ ഒരലും മേടിക്കാനായിരുന്നു. നോക്കട്ടെ എവിടെ ഉണ്ടോന്ന്. ഇവിടെ ഇല്ല അതൊന്നും. ഞങ്ങള് ഈ പുതിയ ബജ്ജിക്കട ഞങ്ങൾ ആദ്യം കാണും കേട്ടോ. ആരനും ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര നല്ലതൊക്കെയാണ്, പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും പുതുപ്പള്ളിയിലെ ബയ്യ ഇഷ്ടം. ബയ്യ എൻ്റെ ആ പെടലിയിൽ ഇതൊക്കെ പോയില്ലേ. ഞാനിന്ന് മൊത്തം ഭയങ്കര ഇന്നലെ ഇവിടെ നിന്ന് പറയാം. ഇന്നലെ ആരന് ഫോട്ടോ എടുക്കാൻ പോയില്ലേ, പാസ്പോർട്ട് സൈസ്. അവിടെ ചെന്നപ്പോൾ ഞാൻ ഓർത്ത് കുറേ വർഷമായി ഞാൻ പാസ്പോർട്ട് സൈസ് എടുക്കട്ടെ. അപ്പം ഞാനൂടെ ഒന്ന് എടുത്തേക്കാന്ന് വിചാരിച്ച് എടുത്തപ്പോൾ വെറും 6 ബോറ്. ഞാൻ ഉടനെ തീരുമാനിച്ചു, ഇന്നും മുതൽ ഞാൻ എന്നേലുമൊക്കെ തേക്കുമെന്ന്. അല്ലെങ്കിൽ ഭയങ്കര. അപ്പോൾ ഇന്ന് ഉച്ചയായപ്പോൾ തൈര്, അത് കഴിഞ്ഞ് തൈരും കടലമാവ്, തൈരും അരിപ്പൊടി, എന്നിട്ട് തൈരും കസ്തൂരി മഞ്ഞൾ ഇത്രയും തേച്ച്. എന്നിട്ട് തേച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ ആരൻ വരുന്നേ. കുളിക്കാൻ പോലും സമയം കിട്ടിയില്ല. എളുപ്പമൊന്ന് തുടച്ചിട്ട് ഞാൻ ഇങ്ങനെ വെയിലത്തൂടെ നടക്കുക. ഇപ്പം അടുത്തത് ഇനി വീട്ടിൽ ഇപ്പോൾ ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. അതുപോലെ നല്ല വെയിലുണ്ട്. അയ്യോ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അങ്ങ് നീട്ടില്ലേ, ഞങ്ങളുടെ മീൻകട ഉണ്ട്. ഇതാണല്ലേ ഞങ്ങളുടെ മീൻകടയിലും പോയി പുതുപ്പള്ളി പോയി സാറിനെയൊക്കെ കണ്ട്
രണ്ട് ബജിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഓട്ടോ പിടിച്ചാണ് തിരിച്ചു പോകുന്നത്. തിരിച്ച് ഓട്ടോ പിടിച്ച് ഞങ്ങളുടെ വീട്ടിൽ പോകും. പിന്നെ നടക്കാൻ മടിയാ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരാവേ. വീട്ടിൽ പിടിച്ചോ കമ്പന്തി കാണിച്ചേ. കമ്പന്തി കമ്പ് കമ്പ് കമ്പോ സെൽഫി സ്റ്റിക്ക് നല്ല രസമാണ് ഇതിലേ നടക്കാൻ. ഇത് ഓഫീസുകാരുടെ വീടാ. അറിയാം ഓഫീസ് നമ്മുടെ സംസമില്ലേ, പ്രിയപ്പാശ്രമം കാണാം. കണ്ടാൽ പഴയ ഒരു കട. ആൻഡ് ജയൻ ഫിഷറീസ്. ഇത് പണ്ടത്തെ ഒരു മീൻകട അല്ലേ? കാണിക്കുന്നത് ഫുള്ള് നടക്ക നടക്ക. ഉണ്ടായിരുന്നല്ലേ? ഇങ്ങോട്ട് വന്നാ കട കാണാൻ. ഇതെന്നാ വില? 100 ഗ്രാം 100 രൂപ. അയ്യോ 100 ഗ്രാം. അതേ വലിയ മത്തി വന്നല്ലോ. എന്നാ വിലയാ? 280. ആണോ? 1 കിലോ ഇടാം. അയിലയോ? 260. ഇതാ നല്ലത്. കട്ടിയില്ലേ? 1 കിലോ. ഓർക്കുന്നുണ്ട്. ചെറിയ കോഴി വേണേ. ഞാൻ പറയാം, നോക്കട്ടെ. നന്ദി എന്നാ വില? 420. വേണ്ട. വേണോ നിനക്ക്? വേണ്ടല്ലോ. ആ അതിന് ഇത് വേണ്ടല്ലോ. ചെയ്യാന് വറുക്കാൻ വേണ്ടല്ലോ. തിലോപ്പി എന്നാ വില? പൊള്ളിക്കാം. 1 കിലോ എടുക്കാം അല്ലേ? പൊളിച്ചാനില്ലേലും നല്ല. 1 കിലോ എടുത്തു. 1 കിലോ തിലോപ്പി. പിന്നെ എന്നാ? ഡോഗ്
സെലറി അല്ലേ? ആ ചൂടല്ലേ? അടിപൊളിയാ. അതെ യൂട്യൂബ് ചാനലാന്ന് പറഞ്ഞപ്പോ എല്ലാരും വന്നു നിൽക്കുന്ന ജോമാസ് വേൾഡ്. സൂപ്പറാണ്. ഏതാ? ഞാനും അതെ പണ്ടത്തെ. ഇപ്പോഴത്തെ അല്ലേ? ആണോ? അമ്മയും മോളാണോ? എനിക്ക് പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു മോളുണ്ട്. ഓ മോള് തുടങ്ങിയാണോ? ആണോ? കൺഗ്രാറ്റുലേഷൻ. അച്ഛൻ ഇവിടെ ഒത്തിരി വെല്ലിച്ചൻ തൊട്ടേ സോഡയുടെ കമ്പനി ഉണ്ട്. അച്ഛൻ ഞാനായിട്ട് എന്റെ ഹസ്ബൻഡിന് അറിയാമായിരിക്കും. ഞങ്ങൾ അയ്യങ്കുളത്തെയാണ്. പിന്നെ നമ്മുടെ ബോഡിപ്പാപ്പി പത്രത്തിന്റെ ഏജന്റ് ഒക്കെ അതിന്റെ അപ്പുറത്തെ മനോരമ ജോലി ചെയ്യുന്ന കുഞ്ഞാപ്പൻ. കുഞ്ഞാപ്പന്റെ ഇളയാപ്പന്റെ. ഓ അത് ശരി. ആ മറ്റേ ഷാജി. ബോളസ്റ്റർ സ്വന്തം മകളാ? ഓ അത് ശരി. അപ്പൊ അപ്പോഴേക്കും ഇവിടെ വന്നിങ്ങനെ ആനത്താനം സൂപ്പറാണ്. മന്ദിരം കവല അല്ലേ? മന്ദിരം കവലയല്ലേ? ആശ്രമം പടിയാ. ക്രൈസ്തവാശ്രമം പടി മാങ്ങാനം കോട്ടയത്ത് കേട്ടോ. എല്ലാവരും വന്ന് നൂഡിൽസ് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ക്വാണ്ടിറ്റി ഉണ്ട്. സൂപ്പറാണ്. നല്ല ഹൈജീനായിട്ട് അല്ലേ ചെയ്തു തരുന്നുണ്ട്. എല്ലാവരും വരിക. കോട്ടയംകാർ മാത്രമല്ല ഇതിലേ പോകുന്ന എല്ലാവരും വരിക. പുതുപ്പള്ളി കോട്ടയം റോഡാട്ടോ ഇത്. അല്ല നമ്മളെങ്ങനെയാ പറയുക? പുതുപ്പള്ളി പുതുപ്പള്ളി റോഡ് അല്ലേ? പുതുപ്പള്ളി കോട്ടയം റോഡ് കേട്ടോ. ഓക്കെ സൂപ്പർ. മറ്റേ ഇതെവിടെ നിന്ന് വാങ്ങിച്ചോ? ആണോ? ഏത് കട കിട്ടും? ഞാൻ പറഞ്ഞോളാം. ഞാൻ വോയിസ് കൊടുത്തോളാം. അച്ഛനെ കാണിക്കില്ല. കാണിച്ചോ? ഒന്നുകൂടെ കാണിച്ചു. രണ്ടുപേരും ചേർന്നല്ല. ഞാൻ വോയിസ് കൊടുത്തോ? ഇത് കോട്ടയത്തെ പുതുപ്പള്ളി റോഡിലുള്ള ക്രൈസ്തവാശ്രമം പടിയിലുള്ള ഒരു ഇതാണ് ബജ്ജിക്കട. ഈ പെങ്കൊച്ച് ശില്പ എന്ന് പറയുന്ന ഈ മോള് BCom കഴിഞ്ഞിട്ട് ജോലി കിട്ടാത്തപ്പം അത് തന്നെ തുടങ്ങിയതാണ്. അവരുടെ സോഡാക്കടയുടെ ഒരു റൂമാണ് അത്. ബാക്കിലോട്ട് അച്ഛൻ്റെ സോഡാക്കടയാക്കിയിട്ട് ആ മോള് ഒറ്റയ്ക്ക് ഒരു ജോലിക്കാർ രണ്ടുപേരെയും നിർത്തി ഈ സംരംഭം തുടങ്ങിയിരിക്കുന്ന. അത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ? മിടുക്കി കൊച്ച്. അപ്പോൾ എല്ലാവരും ഇവിടെ കടയിൽ വന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കേ.